ഇങ്ങനെ താത്തി വെച്ചതാണോ? സേതുവേട്ടൻ 2 വെറൈറ്റി മാങ്ങയാണ് ഇട്ടാ മേടിച്ചോണ്ട് വന്നേക്കണത്. ഇത് ബങ്കരപ്പിള്ളി എന്ന് പറഞ്ഞിട്ടൊരു മാങ്ങയാണ്. ഇത് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ഉണ്ടെന്നല്ലാതെ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു മാങ്ങയാണ് കേട്ടോ. ഇത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ മല്ലിക ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് അത് 2 മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് നല്ല മണം വരുന്നുണ്ട്. മണമുണ്ടോ? ഇതിരിക്കേ ഇല്ലേ? പക്ഷെ ഒരു വാട്ടമണമുണ്ടോ? നല്ല ഫ്രഷ് ആയിരുന്നു. എന്നെ കാണുന്നുണ്ടോ? ഇത് ഇന്നലെ തന്നെ മുറിക്കണമായിരുന്നു. ആണല്ലേ? ഞാൻ അരിയങ്കലത്തിലേക്ക് ഇവിടെ ചെറുതായിട്ട് സ്കിന്നൊന്ന് വയസ്സായ ആൾക്കാരെ പോലെ കാണില്ലേ? ഒന്ന് ആക്കന്ന ഞാൻ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മൾ ആകെ എപ്പോഴും മേടിക്കണതും കേൾക്കണതും എല്ലാം മാങ്ങാന്ന് പറഞ്ഞാൽ ഒന്ന് നീലം മാങ്ങ, പിന്നെ മൂവാണ്ടം മാങ്ങ, പിന്നെ ഇങ്ങനെ ചപ്പി കുടിക്കണ മാങ്ങിയില്ലേ, എന്താ പറയാ, ചന്ദ്രക്കാരൻ, അങ്ങനത്തെയൊക്കെ അല്ലേ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ഇങ്ങനത്തെ മാങ്ങയൊക്കെ കണ്ടാ മേടിക്കാൻ തോന്നാൻ. ചിലത് നമ്മളിങ്ങനെ നല്ല പഴുത്തിരിക്കണ മാങ്ങയൊക്കെ കാണും, ഭയങ്കര ഭംഗിയായിരിക്കും. വീട്ടിൽ കൊണ്ടുവന്ന് ചെത്തി കഴിയുമ്പോണ്ടല്ലോ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതേസമയം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഇട്ടൊക്കെ കൊണ്ടുവന്നൊക്കെ അതൊരു ശരിക്കും അതിന്റെ തോട് ഈ മറ്റേ നീലമാങ്ങയുടെ ഒക്കെ ഇങ്ങനെ പച്ച പോലെ ഇരുന്നാലും ചെത്തി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചില സമയത്ത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു രുചി വ്യത്യാസവും തോന്നാറുണ്ട്. അപ്പൊ നമുക്കിനി എന്താ പറയാ, നിങ്ങൾക്കും മാങ്ങകളെ പറ്റി കുറെ അറിയാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾക്കും ഇനി എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിതൊക്കെ കണ്ട ബങ്കരപ്പിള്ളിയൊക്കെ മേടിക്കാൻ തോന്നാനൊക്കെ അങ്ങനത്തെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. അപ്പം നമുക്കിത് ആദ്യം തന്നെ നമുക്ക് ബങ്കരപ്പിള്ളി അങ്ങോട്ട് ചെത്താം. അധികം ഞങ്ങൾ കഴിച്ചേക്കണത് ഇതാണ് മൂവാണ്ടം മാങ്ങയും പിന്നെ ഈ മല്ലിക അല്ല മൂവാണ്ടം മാങ്ങയും നമ്മുടെ നീലം മാങ്ങയും. ഇത് ബങ്കരപ്പിള്ളി. മല്ലിക. പിന്നെ നിങ്ങൾക്ക് വേറൊരു ടിപ്പും ഉണ്ട് കേട്ടാ. നമ്മൾ ചെത്തിയിട്ട് ഈ തോല് ചെത്തിയിട്ടേ അപ്പൊ തന്നെ എല്ലാവർക്കും മുറിച്ച് കൊടുക്കരുത്. കാരണം ചെത്തണ ആൾക്കൊന്നും കിട്ടില്ല. അപ്പൊ ഞാനിപ്പൊ പഠിച്ചേക്കണെന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും തോട് ഇങ്ങനെ കളഞ്ഞിട്ട് ഒരുമിച്ച് കട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ മിക്കപ്പോഴും ചെത്തണ ആൾക്ക് ഇത്തിരിയൊക്കെ കിട്ടും. സത്യം ഭയങ്കര കൊതിയായിട്ടിരിക്കണം. പിന്നെ പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു വൈറൽ മാംഗോ എല്ലാരും ചെയ്യണില്ല, അതിനൊക്കെ പറ്റിയ മാങ്ങയാണെന്ന് തോന്നുന്നു. അല്ലേ ഇതേട്ടാ? ഇത് അത്ര മണമില്ല, എന്നാലും മണമുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ മണം നമ്മുടെ മല്ലികയ്ക്കാണ്. മല്ലിക ആ മാങ്ങ. അതിന്റെ ഉള്ളില് ഭയങ്കര ഓറഞ്ച് കളറ്. ഇത് ഇന്നലെ ചെത്തേണ്ടതാ. ഇന്നലെ എനിക്ക് സമയം ഉണ്ടായില്ലെന്ന് ചെയ്തിട്ട് അത് ഇന്നലെ ചെത്താൻ കൊണ്ടുവന്നതാ. പക്ഷെ എനിക്ക് പെട്ടെന്നൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. ഭയങ്കരമായിട്ട് പഴുത്തു പോയത്. ഇത് രണ്ടും ഭയങ്കര കളറ്, ഭയങ്കര ഡിഫറെന്റ് കളറാണ്. എനിക്ക് മല്ലികയുടെ കളറാണ് ഇഷ്ടം. ചെറുതായിട്ട് ചെത്തി ചെറിയ പീസ്. ആർക്ക്? ചെറിയ പീസാക്കി ചെത്താൻ. തോല് കളയട്ടെ. ഇപ്പൊ മാങ്ങയുടെ സീസൺ കഴിഞ്ഞില്ലേ ഇതേട്ടാ? അച്ഛൻ പറയണ്ട ഇനി അടുത്തല്ലേ കിട്ടുള്ളൂ. ലച്ചുവിന് മാങ്ങയൊക്കെ കിട്ടിയ പിന്നെ സ്നാക്സ് ഒന്നും വേണ്ട. മാങ്ങ പിന്നെ ഇങ്ങനെ ഷെയ്ക്കില്ലേ അതൊക്കെ കിട്ടിയ പുള്ളി ഹാപ്പിയാണ്. പിന്നെ ഞങ്ങള് മാംഗോ വെച്ചിട്ട് ബ്രെഡ് പുഡിങ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. വീഡിയോക്ക് അല്ലാട്ടാ, അല്ലാതെ തന്നെ നമ്മൾ കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. വീട്ടിലുണ്ടാവണ മാങ്ങയുടെ ടേസ്റ്റ് നമുക്ക് ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങിയതിന് കിട്ടാറില്ല. ഇന്നാളൊരു ദിവസം സേതുവേട്ടൻ പച്ചക്കറി കടയിൽ നിന്ന് നീലം മാങ്ങ കൊണ്ടുവന്നിട്ട് അത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ആരോ എനിക്കോണം അങ്ങനെ പറിച്ചു കൊടുത്തു. അത് നല്ല അടിപൊളി, ശരിക്കും നമ്മുടെ വീട്ടിലെ ടേസ്റ്റ് തന്നെയായിരുന്നു. നമ്മുടെ വീട്ടിലുണ്ട് ഒരു മാവ് ഇട്ടാ നീലം മാങ്ങ, ഒത്തിരി മാങ്ങ ഉണ്ടായി. വർഷങ്ങളായിട്ട് അതവിടെ നിക്കണേന്ന്. അടുത്തല്ലെങ്കിലും ഉണ്ടായാ മതിയായിരുന്നു. വെട്ടാനും തോന്നൂല, കാരണം കിളികൾ വന്നിരിക്കും ഈ ജനലിന്റെ സൈഡിൽ. അപ്പൊ നല്ല രസമായിരിക്കും നമ്മൾ ടി വി ഒക്കെ കാണുമ്പോഴേ അതുങ്ങളുടെ ഒച്ചയും. അപ്പൊ അത് മാങ്ങ ഉണ്ടായില്ലെങ്കിൽ അങ്ങനെ നിക്കട്ടെ. പിന്നെ ഒരു മരം കൂടി നട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് ഇതൊക്കെ കളഞ്ഞിട്ട് വരാം, അതിന്റെ തൊലിയൊക്കെ. അല്ലെങ്കിൽ വേറൊരു പ്ലേറ്റ് എടുത്തിട്ട് വരാം അല്ലെ, അപ്പൊ കൂടുതൽ കാണാനും പറ്റും. മാങ്ങ ചെത്താൻ പോണേന് ഫസ്റ്റ് നമുക്ക് ബങ്കരപ്പിള്ളിയാണ് ഇതിന്റെ തോല്. ഇതാണ് ബങ്കരപ്പിള്ളി.
ഈയിടെ ഞാൻ കട്ട് ചെയ്തത് മാങ്ങ മുറിച്ചതൊന്നും വീഡിയോ എടുത്തില്ല. ഇപ്പോഴാണ് ഓണാക്കുന്നത്. ഇതിന്റെ എപ്പോഴത്തെ ഉള്ള കുഴപ്പം. അപ്പൊ ദേ ഇത്രയും കട്ട് ചെയ്ത് ഞാൻ അതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ ഭർത്താവ് റെക്കോർഡ് അമർത്തിയിട്ടുണ്ടായിരുന്നില്ല. സാരില്ല. അപ്പൊ നമ്മള് കട്ട് ചെയ്യണേണ് കേട്ടാ. ഇത് സെപ്പറേറ്റ് ചെയ്ത് കളർ കാണുമ്പോ തന്നെ അറിയാം ബങ്കരപ്പിള്ളി ഏതാ മല്ലിക ഏതാ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് അറിയാനും പറ്റും. പിന്നെ ഇതിൽ നല്ല ഫ്ലഷ് ഉണ്ട്. ഈ മല്ലിക എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ സീഡ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഇതില്ല. ഭയങ്കര തിന്നായിട്ടിരിക്കണം. പക്ഷെ ഭയങ്കര ഫ്ലഷ് ആണ്. കണ്ട ഒട്ടും വെയിറ്റും ഇല്ല, ഒന്നുമില്ല. അതേസമയം ഇത് ഇത്തിരി വണ്ണമുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇനി അടുത്ത ടേസ്റ്റിംഗ് ടൈമാണ്. അപ്പൊ നമുക്കൊന്ന് ഞാൻ കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ കേട്ടാ. പുറത്തിരുന്ന് കഴിക്കണോ? ഇവിടെ ഇരുന്ന് കഴിക്കരുത് കേട്ടാ, കൊതുകാണ്. അച്ഛനും അമ്മയ്ക്കും എടുത്ത് മാറ്റി വെക്കട്ടെ കേട്ടാ, അല്ലെങ്കിൽ ചിലപ്പോ അവർക്ക് ഉണ്ടാവില്ല. നോക്കിലേക്ക് കിട്ടണ്ടെന്ന് ഞാൻ നോക്കരുത്. ഈ ചൂട് വേണോ? അങ്ങോട്ട് വെച്ചാൽ ലജ്ജ സ്റ്റൂള് ചെയ്താൽ അടിപൊളിയായിട്ട് കിട്ടും. ഇങ്ങനെ വെച്ചാൽ കാലി ഇവിടെ വെച്ചാൽ അല്ല, ഇത് അമ്മയ്ക്ക് വെച്ചാൽ എന്റെ മൈക്ക് ഓണാണോ? കഴിക്ക്. നിനക്ക് വേണ്ട. ഞാൻ ആദ്യം ഇത് ഏതാടി? ഇത് മല്ലിക. മല്ലിക. ഇത് ഭയങ്കര പഴുത്തു പോയ ഒരു മണം. പക്ഷെ കേടൊന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ പഴുത്തതിന്റെ ഒരു ചവർപ്പ് പോലെ ഉണ്ടാ. ചീഞ്ഞ ഈ സാധനം. പിന്നെ ഞാൻ കഴിച്ചോളാം. നല്ലാണല്ലോ. ഞാൻ നോക്കട്ടെ ഏതാ ടേസ്റ്റ്. ഞാൻ ഇത് കഴിക്കാൻ പോണേ. ബങ്കരപ്പി. ഇതാ ഈച്ച വന്നപ്പോ ബങ്കരപ്പി അടിപൊളിയാണല്ലോ. നമ്മുടെ വീട്ടിലുണ്ടാവണ മാങ്ങോല. കൊള്ളാം. ചെയ്തല്ലേ കുഞ്ഞു പീസായിട്ട് മുറിക്കണോന്ന്. അത് ഇതേ കിടക്കണം. എന്റെ പീസാണത്. മല്ലിക. ഏതാ ഇഷ്ടപ്പെട്ട? ബങ്കരപ്പള്ളി. അതല്ലേ ഇതല്ലേ ഇഷ്ടപ്പെട്ട? ഇതിന് ശരിക്കും എന്തോ മരുന്നടിച്ചതിന്റെ ഒക്കെ ചോലേക്ക്. മരുന്നടിച്ചോ? ചീഞ്ഞതിന്റെ ഒരു ടേസ്റ്റ്. എന്തിനു മധുരോടെ ഈ ബങ്കരപ്പള്ളി? തേന നല്ല നമ്മുടെ വീട്ടിലുണ്ടായതുപോലെ. ബങ്കരപ്പള്ളിക്ക് എത്ര റേറ്റ് നോക്കി? ഇത് ശരിക്കും കൊടുത്താ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിയത് പോലെ തന്നെ ഇരിക്കും. കളർ മാത്രം നല്ല ഭംഗിയുണ്ട്. പക്ഷെ എനിക്ക് തോന്നണേ ഇത് കുറച്ച് കേടായി ഈ മാങ്ങ. ചീഞ്ഞ് അത്രേ ഉള്ളൂ. ചേതന് ഇത് 2 മേടിക്കായിരുന്നില്ലേ? മല്ലിക 2 മേടിച്ചാലോ? ഇതിന് വില കൂടുതലായത് ഇങ്ങനെ കുത്ത്. ഞാൻ വിചാരിച്ചു ഇതായിരിക്കും നല്ല. ബങ്കരപ്പള്ളിയാണ് കേട്ടാ ടേസ്റ്റി മാങ്ങ. നല്ല മാങ്ങ. അളവ് പോരെങ്കിലും മാങ്ങ കേടാണ്. അല്ല, ഉറപ്പാണ്. എന്താ ഇല്ല. ഓ നാക്ക് ചൊറിയണം. കഴിക്കണ്ട. ചെന്നൈയുടെ ടേസ്റ്റ് ഉണ്ട്. നാക്ക് ചൊറിയണുണ്ട്. ചെന്നൈയല്ല, ചൊന്നയുടെ ടേസ്റ്റ്. എന്തായാലും എനിക്ക് മതിയായി. മറ്റത് തീർന്ന്. ഇത് അച്ഛന് ഇഷ്ടാവും. അച്ഛന് കുറച്ചും കൂടി ഇത് വരണം. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും മാങ്ങയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബങ്കരപ്പള്ളിയൊക്കെ മാങ്ങ കണ്ടു കഴിഞ്ഞാൽ ചാടി മേടിച്ചോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഡിഫറെന്റ് ടേസ്റ്റും ആണ്. നമ്മുടെ വീട്ടിലുണ്ടായ ടേസ്റ്റും ആണ് കേട്ടാ. അപ്പൊ നമ്മളിപ്പോ നമുക്ക് ഏതൊക്കെ മാങ്ങ അറിയാം? നീലം മാങ്ങ അറിയാം, ചന്ദ്രക്കാരൻ അറിയാം, മൂവാണ്ടൻ അറിയാം, ബങ്കരപ്പള്ളി അറിയാം, ബങ്കരപ്പള്ളി, പ്രിയൂര് അറിയാം, ചക്കരവള്ളി. അപ്പൊ നിങ്ങൾക്ക് അറിയണ മാങ്ങയൊക്കെ കമന്റ് ചെയ്തോളൂ കേട്ടാ. എല്ലാവർക്കും അറിയാവുന്ന ഒരു മാങ്ങയുണ്ട്. അതേതാ? മൂവാണ്ടൻ. മൂവാണ്ടനാണ് എല്ലാരും കൂടുതൽ കഴിക്കണം മാങ്ങ. അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ പോയി കൈയൊക്കെ വാഷ് ചെയ്തു. നല്ല ടേസ്റ്റ്. നമ്മൾ എന്നിട്ട് അതുപോലെ വെച്ച് ഫ്രിഡ്ജില് വേറെ നല്ല ടേസ്റ്റ് ഉണ്ടായി. അച്ഛൻ ആരോ കൊടുത്തതാണ്. ഇവിടെ ഒന്ന് തണുത്തിരിക്കണേതോ. സേതുവണ്ണ അല്ലെങ്കിൽ മൂവാണ്ട കഴിക്കില്ല. നാരുള്ള മാങ്ങകള് സേതുവണ്ണ ഇഷ്ടമല്ല.
പക്ഷെ അത് നല്ല അടിപൊളിയായിട്ട് കഴിച്ചൂലേ. പിന്നെ അതുപോലെ മൂവാണ്ടനിൽ നാരുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് മൂവാണ്ടൻ നല്ല പഴുത്തത് കഴിക്കാനല്ല ഇഷ്ടം, ചെനച്ചത് കഴിക്കാനാണ് ഇഷ്ടം. ഉപ്പും കൂട്ടി ഭയങ്കര ഇഷ്ടം. പഴുത്തതിനോട് എനിക്ക് അത്ര ഇതില്ല. ചെനച്ച മാങ്ങ ഞങ്ങൾ പണ്ട് നാട്ടിലൊക്കെ പോകുമ്പോ, അമ്മയുടെ വീട് തൃശ്ശൂരാ, അപ്പൊ ഞങ്ങളിങ്ങനെ അമ്മിയില് അവിടെ ചേച്ചിമാരെന്ത് ചെയ്യും, അമ്മിയിൽ ഈ ചെനച്ച മൂവാണ്ടൻ മാങ്ങ ഇങ്ങനെ വെക്കും. അമ്മി വെച്ചിട്ട് ഇങ്ങനെ കുത്തും, എന്നിട്ട് കുറച്ച് കല്ലുപ്പ് വിതറും, വീണ്ടും കുത്തും, എന്നിട്ട് എല്ലാരും തന്നെ അമ്മീന്ന് തന്നെ വന്നെടുത്ത് ഇങ്ങനെ കഴിച്ചിരുന്നു. എന്ത് ടേസ്റ്റാന്നറിയോ, കൊതിയാണ്. അപ്പൊ ഇത്ര ഉള്ളൂ കേട്ടോ. ഞാൻ ഇനി പോയി കൈ വാഷ് ചെയ്യട്ടെ.